1. 1981 പുറത്തിറങ്ങിയ എസ്കേപ്പ് ടു വിക്ടറി. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന എസ്കേപ്പ് ടു വിക്ടറി ഫുട്ബോളിനെയും യുദ്ധത്തടവുകാരുടെ രക്ഷപ്പെടൽ ശ്രമങ്ങളെയും ഒന്നിച്ചു ചേർത്തൊരുക്കിയ സിനിമയാണ്. അടുത്ത ചിത്രം 2005 പുറത്തിറങ്ങിയ ഗോൾ. ഫിഫയുടെ പൂർണ്ണ സഹകരണത്തോടെ നിർമ്മിച്ച സിനിമയാണ് ഗോൾ. അതിനാൽ തന്നെ യഥാർത്ഥ ഫുട്ബോൾ ടീമുകളെയും താരങ്ങളെയും ഈ പടത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പടത്തിൻ്റെ മറ്റൊരു ടൈറ്റിലാണ് ഗോൾ ദ ഡ്രീം ബിഗിൻസ്. അടുത്ത ചിത്രം 2024 പുറത്തിറങ്ങിയ മൈതാൻ. അജയ് ദേവഗൺ നായകനായ മൈതാൻ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച പരിശീലകനായ സയ്യിദ് അബ്ദുൾ റഹീമിൻ്റെ ജീവിതമാണ് പറയുന്നത്. ഏകദേശം 3 മണിക്കൂർ ദൈർഘ്യമുണ്ടെങ്കിലും സിനിമ ഒരിടത്തും അടുപ്പിക്കുന്നില്ല. അടുത്ത ചിത്രം 2019 പുറത്തിറങ്ങിയ ദിയോഗോ മറഡോണ. ബ്രിട്ടീഷ് സംവിധായകൻ ആസിഫ് കപ്പാട്ടി സംവിധാനം ചെയ്ത അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസ മറഡോണയെക്കുറിച്ചുള്ള ഈ ഡോക്യുമെൻ്ററി ഒരു കായിക താരത്തെ ആസ്പദമാക്കി ഒരുക്കിയ ഏറ്റവും മികച്ച ഡോക്യുമെൻ്ററികളിൽ ഒന്നാണ്. ഈ ലിസ്റ്റിലെ അവസാനത്തെ ചിത്രം 2009 പുറത്തിറങ്ങിയ ദ ഡാംഡ് യുണൈറ്റഡ്. ഫുട്ബോൾ ഇതിഹാസ പരിശീലകൻ ബ്രയാൻ ക്ലിഫിൻ്റെ കഥ പറയുന്ന സിനിമയാണ് ദ ഡാംഡ് യുണൈറ്റഡ്. ലീഡ്സ് യുണൈറ്റഡിലെ അദ്ദേഹത്തിൻ്റെ 44 ദിവസത്തെ പരിശീലക കാലഘട്ടത്തെയാണ് ഈ ചിത്രം പ്രധാനമായും പിന്തുടരുന്നത്.